ചേട്ടാ, ഈ ഇലക്ഷൻ കാലത്ത് ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുന്ന പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തന്നെയാണ്. വൻ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തലമുതിർന്ന നേതാക്കൾ ഈ പറയുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി പലയിടങ്ങളിലായി മത്സരിക്കുന്നു. ചിലർ സ്വതന്ത്രരായി പാർട്ടിക്കെതിരെ തന്നെ മത്സരിക്കുന്നു. ഈ സമയത്താണ് CPM ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി ഇന്നലെ പാർട്ടിയെ കൂടുതൽ ഞെരുക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുന്ന ഒരു പ്രഷറിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഇന്നലെ ഇറക്കിയിട്ടുള്ളത്. നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് മൂല്യശോഷണമാണെന്നാണ് MA ബേബി അവകാശപ്പെടുന്നത്. എന്താണ് ചേട്ടാ ഇതിനെക്കുറിച്ച്? അല്ല, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്ക് ഇപ്പോഴാണോ മനസ്സിലായത് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് മൂല്യശോഷണം സംഭവിച്ചു എന്ന് ഇപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യമായത്? അങ്ങനെയാണ് ചോദിക്കാൻ തോന്നുന്നത് പ്രശാന്തേ. അതായത് കാലാകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന പാർട്ടിയാണ് എതിർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരെ ഇതുപോലെ അസംതൃപ്തരെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥികളാക്കി അങ്ങനെ ഒരു മത്സര പരീക്ഷണമൊക്കെ അവർ നടത്താറുള്ളത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല സംഭവിച്ചത്. അത് നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പാർട്ടിക്ക് മൂല്യശോഷണം സംഭവിച്ചത് എന്ന് അവരുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് തോന്നിയെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ. സംഘടനയേക്കാൾ വലുത് പാർലമെന്ററി തലത്തിൽ അധികാരത്തിൻ്റെ പിറകെ സഖാക്കൾ പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാരണമായിട്ട് നമുക്ക് ഏതൊരു രാഷ്ട്രീയം കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ നിത്യേനയുള്ള ഈ 2 ടേമിലെ ഭരണം കൊണ്ട് ഈ സർക്കാരിലുണ്ടായ മാറ്റങ്ങൾ, അവരുടെ നേതാക്കളിലുണ്ടായ മാറ്റങ്ങൾ, എന്താണ് ഈ സംഘടനയിലുണ്ടായത് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അത്തരത്തിൽ ഈ പാർട്ടിക്കുണ്ടായിരിക്കുന്ന മൂല്യശോഷണം അതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കേന്ദ്ര കമ്മിറ്റി കൂടി തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ സെക്രട്ടറി പോസ്റ്റിലിരിക്കുന്ന ഗോവിന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പം ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ 3 പേർ ഉൾപ്പെടുന്ന ഒരു സംഘം പുറത്തുപോയിട്ടുള്ള കാലമുണ്ട്. അത് പഴയ ചരിത്രം. അതായത് MVRനെയും ഗൗരിയമ്മയും പോലെയുള്ള വലിയ നേതാക്കളൊന്നും അല്ല ഇപ്പോൾ പോയിട്ടുള്ളത് എന്ന് പറയുന്ന സമയത്ത് തന്നെ കോൺഗ്രസ് പാളയത്തിലെത്തിയ G. സുധാകരൻ എന്ന് പറയുന്ന പഴയ തലമുതിർന്ന സഖാവിൻ്റെ വ്യക്തിത്വത്തിൽ ഒരു വലിയ തകർച്ചയുണ്ടായി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കടന്നാക്രമിക്കുകയാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ PK ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് പോയിട്ടുണ്ട്, എതിർപ്പാളയത്തിലേക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അതെ, ഞാൻ പറഞ്ഞത് PK ഗോവിന്ദൻ എതിർപ്പാളയത്തിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, തലമുതിർന്ന കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പോയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ആടി ഒലഞ്ഞു നിൽക്കുകയാണ്. മൊത്തത്തിൽ എല്ലായിടത്തും തന്നെ ആടി ഒലച്ചിലുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് G. സുധാകരൻ സഖാവിൻ്റെ. ഇപ്പോഴും അദ്ദേഹം സഖാവെന്ന് വിളിക്കാനാണ് നാവുമെന്ന്. അദ്ദേഹം കോൺഗ്രസിൽ എത്തിയെങ്കിലും സഖാവാണ്, കണ്ടുകൊള്ളുന്നത് അങ്ങനെയാണ്. അപ്പം സുധാകരൻ സഖാവിൻ്റെ പോക്ക് അങ്ങനെ തന്നെയാണ്. MA ബേബി പറയുന്നത് സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളായ 3 പേർ ഉൾപ്പെടെ ഈ പാർട്ടി വിട്ട് പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് MV രാഘവനെയും ഗൗരിയമ്മയും പോലെയുള്ള തലമുതിർന്ന നേതാക്കളല്ല ഇപ്പോൾ പോയിരിക്കുന്നതെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ഈ പറയുന്ന നമ്മുടെ G. സുധാകരൻ കോൺഗ്രസിലേക്ക് എത്തിയത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ ഒരു വലിയ തകർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ പറയുന്ന G. സുധാകരൻ്റെ പോക്കിനെ പാർട്ടി അത്രയധികം ഭയക്കുന്നു എന്നല്ല അതിനർത്ഥമായിട്ട് സൂചിപ്പിക്കുന്നത്. കാരണം ഞാൻ ചോദിക്കുന്ന മറ്റൊന്നാണ് ചേട്ടാ, എനിക്ക് അറിയേണ്ടതും അത് തന്നെയാണ്. കാരണം ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണൂർ, പാർട്ടിയുടെ ഏറ്റവും വലിയ കോട്ടയായിട്ടുള്ള കണ്ണൂർ, ഈ പറയുന്ന PK ഗോവിന്ദൻ സഖാവ് അദ്ദേഹം പാർട്ടി വിട്ട് കോൺഗ്രസിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. മറുവശത്ത് തലമുതിർന്ന നേതാവായിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അദ്ദേഹം പാർട്ടിക്കെതിരായി മത്സരിക്കുന്നു. പാർട്ടി ആകപ്പാടെ ആടി ഒലയുകയാണ്. അതുപോലെ തന്നെ ഒരു ജയരാജന്മാരുടെ ഒരു കോട്ടയായിരുന്നു പഴയ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് കണ്ണൂർ. അതെ, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി MV ജയരാജൻ, EP ജയരാജൻ, P ജയരാജൻ. അതിൽ MV ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ സമയത്ത് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാകുമെന്നും പറഞ്ഞ് എഡിറ്റ് ചെയ്ത ഫോട്ടോകളും എഡിറ്റ് ചെയ്ത വീഡിയോകളും സൈബർ പോരാളികൾ, കമ്മ്യൂണിസ്റ്റ് സൈബർ പോരാളികൾ ഇട്ട് അത്രയധികം ആഘോഷിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ. അതെ, ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത്. ഇപ്പോൾ ഈ പറയുന്ന ജയരാജന്മാരെ കുറിച്ചൊന്നും കേൾക്കാൻ പോലും ഇല്ല. ഇവരെക്കുറിച്ച് 3 പേരെ കുറിച്ചും കേൾക്കാനില്ല. ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കണ്ണൂരിൽ ഈ പറയുന്ന ഈ MV ഗോവിന്ദനേക്കാൾ എനിക്ക് തോന്നുന്നത് വ്യക്തിപ്രഭാവമുള്ളവരായിരുന്നു ഈ 3 ജയരാജന്മാരും. തീർച്ചയായിട്ടും ഈ ചിരിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് ആളെ പുറത്താക്കുക എന്നൊക്കെ പറയുന്ന ഒരു രീതിയാണ് MV ഗോവിന്ദൻ. അയാളുടെ ചിരിയിൽ ഒരു പുച്ഛം കലർന്ന ഒരു ചിരിയാണ്. ആ ചിരി ഒരു വെളുക്കയുള്ള ചിരിയല്ല. ചിരിച്ചിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഒരാൾക്ക് പണി കിട്ടും എന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു വേസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരു വേസ്റ്റ് ഒരു
പേഴ്സണാലിറ്റിയെ തലയ്ക്ക് ചുമന്നിട്ട് വ്യക്തിപ്രഭാവമുള്ളവരെ അടിച്ചമർത്തി പാർട്ടി ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് MA ബേബി എന്ന് പറയുന്ന തലമുതിർന്ന നേതാവിനോട് എനിക്ക് ചോദിക്കേണ്ടി വരും. കാരണം അദ്ദേഹം പറയുന്നത് MBRനെയും ഗൗരിയമ്മയും പോലെയുള്ള വലിയ നേതാക്കൾ അല്ല ഇപ്പോൾ വിട്ടുപോയത്, കോൺഗ്രസ് പാളയത്തിലെത്തിയ G സുധാകരന്റെ വ്യക്തിയുണ്ട്, അത് വലിയ തകർച്ചയാണ് എന്ന് പറയുമ്പോൾ തന്തയ്ക്ക് പിറന്ന നട്ടലുള്ള ഒരു സഖാവ് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയത് തെറ്റ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടാൽ പോകേണ്ടിയിരുന്ന കോൺഗ്രസ് ആയിരുന്നില്ല. കോൺഗ്രസിനെതിരെ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ സപ്പോർട്ട് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ അദ്ദേഹം കോൺഗ്രസിനോട് സപ്പോർട്ട് കൊടുക്കുക സ്വീകരിക്കാതെ, പാർട്ടിയോടും സപ്പോർട്ട് സ്വീകരിക്കാതെ, BJPയോടും സപ്പോർട്ട് സ്വീകരിക്കാതെ അദ്ദേഹം അജയ്യനായി നിന്നെങ്കിൽ പോലും അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിനുള്ള ഒരു വ്യക്തിപ്രഭാവം നേടിയെടുക്കുവാനായിട്ട് ഈ പറയുന്ന ഒരാളെ കൊണ്ടും പറ്റില്ല. MA ബേബി പറഞ്ഞത് തെറ്റ്. MA ബേബി മൂല്യശോഷണം എന്ന് പറഞ്ഞത് പ്രശാന്തി അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. മൂല്യശോഷണം കറക്റ്റാണ്. ഞാൻ പറഞ്ഞത് G സുധാകരന്റെ വ്യക്തിത്വത്തിനുണ്ടായ വലിയ തകർച്ച എന്ന് പറയാൻ പാടില്ല. വ്യക്തിത്വം ഉള്ളത് കൊണ്ടാണ് ചേട്ടാ അദ്ദേഹം ഇപ്പോൾ പുറത്തിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിത്വമാണ് തന്നെ നാണം കെടുത്തി താൻ ഒന്നുമല്ല എന്ന് വരുത്തി തീർത്ത ഒരു പ്രസ്ഥാനത്തിൽ തനിക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങളെ പ്രതീക്ഷിച്ച് കടിച്ചു തൂങ്ങി നിൽക്കണമായിരുന്നു സഖാവ്. അല്ല പ്രശാന്ത, ഇപ്പോൾ ഈ മൂല്യശോഷണം എന്ന് MA ബേബി പറയുമ്പോൾ ഇത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച വിഷയങ്ങളല്ല. ഈ പാർട്ടിക്കകത്ത് അദ്ദേഹം തന്നെ പാർട്ടിയുടെ ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു, പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിട്ട് ഏതാണ്ട് ഒരു വർഷത്തിന് ഇപ്പുറം തന്നെ കഴിഞ്ഞിരിക്കുവാണ്. 1.5 വർഷം തന്നെ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പാർട്ടി സമ്മേളനങ്ങൾ കഴിഞ്ഞ ശേഷവും അദ്ദേഹം ഈ പാർട്ടിയിൽ ഉള്ളപ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ മൂല്യശോഷണം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ബേബി എവിടെ പോയിരുന്നു? ഈ പറയുന്ന G സുധാകരനെ ആലപ്പുഴയിലെ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള വ്യതിയാനത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് G സുധാകരൻ. അദ്ദേഹം പറഞ്ഞത് ഈ പാർട്ടി SDPIയുടെ കയ്യിലാണ്. SDPI എന്ന് പറയുന്ന ഒരു മത തീവ്രവാദി സംഘടനയാണ് ഈ പാർട്ടിയെ നയിക്കുന്നത്. ആലപ്പുഴയിൽ ഈ പാർട്ടിയുടെ പാരമ്പര്യം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹത്തിന് അന്ന് കേൾക്കാൻ ഇവരാരും ഇരട്ട നിലപാടാണ് ഈ ബേബി സ്വീകരിച്ചിട്ടുള്ളത്. അതായത് പറയുന്നത് SDPIയോട് അദ്ദേഹം സഹകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി ജയിക്കാതിരിക്കുവാൻ വേണ്ടി SDPI ഞങ്ങൾ സപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഈ പറയുന്ന അഭിമന്യുവിനെ അവർ മറന്നു. അല്ലെ, അഭിമന്യുവിനെ മറന്നു. ആ കാര്യങ്ങൾ അത് മറ്റൊരു ഭാഗമാണ്. SDPI സപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള കാര്യം അത് മറ്റൊരു കാര്യമാണ്. ഇവിടെ ഇവർ MBRനെ കുറിച്ച് സംസാരിച്ചു, ഗൗരിയമ്മയെ കുറിച്ച് സംസാരിച്ചു. MBRനെയും ഗൗരിയമ്മയും, അതായത് ഈ പാർട്ടിയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത് ചില നേതാക്കൾ വളർന്നു വരുന്നു എന്ന് കാണുമ്പോൾ പാർട്ടിക്കകത്ത് ചില മൂരാച്ചികൾ ഇവരെ ഒതുക്കാനുള്ള ശ്രമം നടത്തും. ഇപ്പോൾ ഇവർ രണ്ടുപേരും പോയി, MBRും പോയി, ഗൗരിയമ്മയും പോയി. എങ്ങനെയാണ് MBR പോയത്? പാർട്ടിക്കകത്ത് ബദൽ രേഖ അവതരിപ്പിച്ച് ബദൽ രേഖയ്ക്ക് MBRനൊപ്പം നിന്നവരാണ് ഇവരൊക്കെ തന്നെ. അപ്പോൾ ഇതിനകത്ത് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. അന്ന് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നു, ഈ പാർട്ടിയെ രക്ഷിച്ചു നിർത്താനായി. ഇന്ന് VSനെ പോലൊരു നേതാവ് ഇല്ല. ഇവരൊക്കെ തന്നെ പോകുമ്പോൾ ഈ PK ഗോവിന്ദൻ ഒരു ചെറിയ ആളല്ല, പാർട്ടിയുടെ ആലപ്പുഴയിലെ വലിയ മുഖമാണ്. അതെ, ഈ ഒരു പാർട്ടി അംഗം പോയാലും അത് വലിയ നഷ്ടം തന്നെയാണെന്ന് ബേബി പറയുമ്പോഴും പാർട്ടി മൂല്യങ്ങൾ മുറുക്ക പിടിക്കാൻ കഴിയാത്തവർ പാർട്ടി വിട്ട് ഈ രണ്ട് വശം എന്തിനാണ് പറയുന്നത്? പാർട്ടി വിട്ട് പോകുമ്പോൾ പാർട്ടി രക്ഷപ്പെടുകയാണ് ചെയ്യുക. PK ഗോപി പോയതിൽ ഒന്നുമില്ല എന്ന് പറയുകയും ഒരംഗമെങ്കിലും പോയാൽ അത് നഷ്ടമാണെന്ന് പറയുന്നതിൽ അർത്ഥം. അതെ, അതിലാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ ഭരിക്കുന്ന മന്ത്രിമാരിൽ അങ്ങനെ തന്നെ പറയണം, ഇപ്പോൾ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ മന്ത്രിമാരിൽ എത്ര പേർക്ക് ഈ പറയുന്ന പാർട്ടി മൂല്യങ്ങൾ അവകാശപ്പെടാൻ ഇപ്പോൾ സാധിക്കും? അവർക്കൊക്കെ പണ്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ഒരു പാർട്ടി മൂല്യമാണോ ഒരു മുഖ്യമന്ത്രി ഒരു മാടമ്പിയെ പോലെ ജനങ്ങളോട് പെരുമാറുന്നത്? അസഹിഷ്ണുത, മാധ്യമങ്ങളോട് കാണിക്കുന്ന അസഹിഷ്ണുത, ചോദ്യങ്ങളെ ഭയക്കുന്നു, കരിങ്കൊടി എന്ന പേരിൽ ഒരു കറുത്ത ഷർട്ടിനെ പോലും ഭയക്കുന്നു. എന്താ പറയുക, ഒരു ഇന്റർനാഷണൽ ലെവൽ ഈ പറയുന്ന സ്വന്തം നാട്ടിലൂടെ പോകുവാനായിട്ട് ഒരു പണ്ട് കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ മുന്നിലും പുറകിലും ഒരു പോലീസ് ജീപ്പ്, ഒരു എന്താ പറയുന്ന ഒരു പോലീസ് സ്റ്റേഷൻ അതിർത്തി കടത്തി വിടുന്നത് വരേക്കും ഒരു കോൺവോയ് അത്ര വലിയ കോൺവോയ് ഒന്നുമല്ല, മുന്നിലും പുറകിലും ഓരോ പോലീസ് ജീപ്പ് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഒരു കണ്ടു നിൽക്കുന്നവർക്ക് തന്നെ ഭയം ഉണ്ടാക്കുന്ന രീതിയിൽ മുൻപിലൊരു 5 വണ്ടി, പുറകിലൊരു 5 വണ്ടി, അതിൻ്റെ പോലെ ഒരു ആംബുലൻസ്, കരിമ്പുലി, എന്താ പറയുക, Z കാറ്റഗറി സെക്യൂർഡ് ആയിട്ടുള്ള പരിപാടി. ഇന്നലെ അമിത്ഷാ വന്നപ്പോൾ ഇതുപോലെ തന്നെ അനുഭവിച്ചൊരവസ്ഥയുണ്ട്. 2 മണിക്കൂറോളം, ഏകദേശം 2 മണിക്കൂർ നേരത്തോളം പൊരിവെയിലിൽ കാലടി ടൗണിൽ ഞങ്ങൾ പെട്ടു നിൽക്കുകയാണ്. വോക്സ് പോപ്പ് എടുക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന ഞങ്ങളുടെ ടീം തന്നെ പെട്ടു നിൽക്കുകയാണ്. അത് അമിത്ഷാ വരികയാണ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, പോലീസ് അറിയിപ്പുണ്ട്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾ നിങ്ങളുടെ അവസ്ഥയിൽ നിസ്സഹായരാണ്. Z കാറ്റഗറി ആണ്, Z കാറ്റഗറിയിൽ അതേ പറ്റൂ. മുഖ്യമന്ത്രി സ്വന്തം നാട്ടിൽ ഈ പറഞ്ഞ Z കാറ്റഗറി സെറ്റപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ കാണിച്ചു കൂട്ടുന്നത് ഏത് പാർട്ടിയുടെ മൂല്യമാണ്? ഏതായാലും നമുക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഇപ്പോഴെങ്കിലും വൈകിയെങ്കിലും CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബേബിക്ക് ഈ പാർട്ടിക്ക് മൂല്യശോഷണം ഉണ്ടായി എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ. ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിന്റെ ഭരണം കൂടെ നഷ്ടമായി കഴിയുമ്പോൾ
ആ മൂല്യശോഷണം എവിടെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത് വിലയിരുത്തുന്ന വിലയിരുത്തി കണ്ടുപിടിക്കട്ടെ. അത് ആ കണ്ടുപിടുത്തം എന്താണെന്ന് കൂടെ നമുക്ക് കാത്തിരിക്കാം അറിയാനായി.